റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ സാധാരണയായിട്ട് വീസ്റ്റൺസ് ബ്രിഡ്ജ് ആണ് ഫിസിക്സിൽ ഉപയോഗിക്കാറുള്ളത് അല്ലേ? എന്നാൽ അയോണിക് സൊല്യൂഷൻസിൻ്റെ അൺനോൺ റെസിസ്റ്റൻസ്, അതായത് ഒരു അയോണിക് സൊല്യൂഷൻ എടുക്കുന്നു, അതിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്കറിയില്ല, അത് മെഷർ ചെയ്യാനായിട്ട് നമുക്ക് വീസ്റ്റേൺസ് ബ്രിഡ്ജ് ഉപയോഗിക്കാമെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും 2 പ്രോബ്ലംസിനെയാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരിക. ആദ്യത്തേത്, വീസ്റ്റേൺസ് ബ്രിഡ്ജിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഡയറക്റ്റ് കറണ്ട് അല്ലെങ്കിൽ DC ആണ്. ഇത്തരത്തിലുള്ള ഡയറക്റ്റ് കറണ്ട് അല്ലെങ്കിൽ DC അയോണിക് സൊല്യൂഷൻസിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ചിലപ്പോഴെല്ലാം അയോണിക് സൊല്യൂഷൻസിൻ്റെ കോമ്പോസിഷൻസ് വാരി ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത്, നമുക്ക് ഒരു മെറ്റാലിക് സബ്സ്റ്റൻസോ ഒരു മെറ്റാലിക് വയറോ ഒക്കെ ആണെങ്കിൽ വീസ്റ്റേൺസ് ബ്രിഡ്ജിൽ വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാം. എന്നാൽ ഒരു അയോണിക് സൊല്യൂഷൻ ആണെങ്കിൽ എങ്ങനെയാണ് വീസ്റ്റേൺസ് ബ്രിഡ്ജിൽ അതിനെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുക? അതും ഒരു പ്രധാന പ്രശ്നമായിട്ട് ഫേസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 പ്രോബ്ലംസിനെയും നെഗ്ലിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു അയോണിക് സൊല്യൂഷൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തിനാണ് ഈ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്? റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക വഴിയാണ് നമുക്ക് റെസിസ്റ്റിവിറ്റി, കണ്ടക്ടിവിറ്റി, മോളാർ കണ്ടക്ടിവിറ്റി പോലെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ പ്രോബ്ലംസിനെ എങ്ങനെ നെഗ്ലിഫൈ ചെയ്യാമെന്ന് ചിന്തിച്ചപ്പോൾ ഒന്നാമത്തെ പ്രോബ്ലത്തിനെ നെഗ്ലിഫൈ ചെയ്യാനായിട്ട് നമുക്ക് DC കറണ്ടിന് പകരം AC കറണ്ട് ഉപയോഗിക്കാം, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഉപയോഗിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. അപ്പോൾ നമുക്ക് ആ ഒരു പ്രോബ്ലത്തിനെ നെഗ്ലിഫൈ ചെയ്യാം. ഇനി രണ്ടാമത്തെ പ്രോബ്ലത്തിന് എങ്ങനെയാണ് നെഗ്ലിഫൈ ചെയ്യുക? വീസ്റ്റേൺസ് ബ്രിഡ്ജിലേക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു സൊല്യൂഷനെ കണക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള പ്രോബ്ലം നെഗ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു സെല്ല് തന്നെ ഡിസൈൻ ചെയ്തെടുത്തു. ആ സെല്ലിനെയാണ് കണ്ടക്ടിവിറ്റി സെൽ എന്ന് വിളിക്കുന്നത്. എന്താണ് ഈ കണ്ടക്ടിവിറ്റി സെൽ എന്നൊന്ന് പഠിക്കാം. ഇവിടെ നിങ്ങൾക്കൊരു ഫിഗർ കാണാനായിട്ട് സാധിക്കും. ഒരു ഗ്ലാസിൻ്റെ ഒരു സ്ഫെറിക്കൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഓവൽ ഷേപ്പുള്ള ഒരു ട്യൂബ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു സെറ്റപ്പിനെയാണ് നമ്മൾ സാധാരണയായിട്ട് കണ്ടക്ടിവിറ്റി സെൽ എന്ന് വിളിക്കുക. ഇതിൽ 2 പ്ലാറ്റിനം ഇലക്ട്രോഡുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ദ പ്ലാറ്റിനം ഇലക്ട്രോഡ്സ് ആർ കോട്ടഡ് വിത്ത് പ്ലാറ്റിനം ബ്ലാക്ക്. ഈ പ്ലാറ്റിനം ഇലക്ട്രോഡുകളെ കണക്ട് ചെയ്യാനുള്ള വയറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ഓവൽ ഷേപ്പായിട്ടുള്ള ഈ ഗ്ലാസ് ട്യൂബിൽ നമുക്ക് ഏത് സൊല്യൂഷൻ്റെ ആണോ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യേണ്ടത് ആ ഒരു സൊല്യൂഷനെ നമ്മൾ ഇതിനകത്ത് ഫില്ല് ചെയ്യുന്നു. ഇവിടെ പ്ലാറ്റിനം ഇലക്ട്രോഡ്സിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ക്യാപിറ്റൽ A എന്നായിട്ട് എടുക്കുന്നു. 2 ഇലക്ട്രോഡുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് L എന്ന റെപ്രസെൻറ്റേഷനും കൊടുക്കുന്നു. അപ്പോൾ എന്താണ് A? 2 പ്ലാറ്റിനം ഇലക്ട്രോഡുകളുടെയും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനാണ് A എന്നെടുക്കുന്നത്. അതുപോലെ തന്നെ 2 പ്ലാറ്റിനം ഇലക്ട്രോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെങ്ത്ത് L എന്നായിട്ടും എടുക്കുന്നു. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, റെസിസ്റ്റൻസും ലെങ്ത്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ഒക്കെ കണക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ? ഇവിടെ ഫില്ല് ചെയ്യപ്പെട്ടിട്ടുള്ള അയോണിക് സൊല്യൂഷൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ദ റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L/A എന്ന് പറയാം. അയോണിക് സൊല്യൂഷൻ്റെ റെസിസ്റ്റൻസിനെയാണ് R എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്. ദാറ്റ് റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത് ബിറ്റ്വീൻ ഓർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 ഇലക്ട്രോഡ്സ്, അതാണ് അതിൻ്റെ ലെങ്ത്ത്. ആൻഡ് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദിസ് പ്ലാറ്റിനം ഇലക്ട്രോഡ്സ്. അതായത് R ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L/A എന്ന് എഴുതാവുന്നതാണ്. ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി സിമ്പിൾ ഒന്ന് മാറ്റി നോക്കാം. നമുക്കറിയാം അവിടെ ഒരു കോൺസ്റ്റൻറ്റ് വരും അല്ലേ? സോ R ഈസ് ഈക്വൽ ടു റോ L/A. എന്താണ് റോ? റോ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് റെസിസ്റ്റിവിറ്റിയെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസിനെ സൂചിപ്പിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്നാൽ റോ എന്നുള്ളതിന് 1/kappa അല്ലെങ്കിൽ ഇൻവേഴ്സ് ഓഫ് കണ്ടക്ടിവിറ്റി എന്ന് പറയാനായിട്ട് സാധിക്കും. റെസിസ്റ്റിവിറ്റി ഈസ് ഇൻവേഴ്സ് ഓഫ് കണ്ടക്ടിവിറ്റി. അതുകൊണ്ട് തന്നെ റെസിസ്റ്റിവിറ്റി റോ എന്നുള്ളതിന് 1/kappa എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു 1/kappa ഇൻറ്റു L/A എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഇവിടെ L/A എന്നുള്ളതിനെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടാണ് കണക്കാക്കാറുള്ളത്. ഈ കോൺസ്റ്റൻ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് സെൽ കോൺസ്റ്റൻറ്റ്. L/A ഈസ് കോൾഡ് സെൽ കോൺസ്റ്റൻറ്റ്.
ഈ സെൽ കോൺസ്റ്റൻറ്റിന് നമുക്ക് ജി സ്റ്റാർ എന്ന് പറയുന്ന ഒരു ടേം ഉപയോഗിച്ചാൽ നമുക്ക് ഈ ഇക്വേഷനെ ഒന്നും കൂടെ ഭംഗിയായിട്ട് എഴുതാൻ സാധിക്കും. ജി സ്റ്റാർ ഇസ് ഈക്വൽ ടു എൽ ബൈ എ എന്നുള്ളതിന് ജി സ്റ്റാർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ഇക്വേഷൻ ജി സ്റ്റാർ ഇസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് ഇൻ ടു കണ്ടക്ടിവിറ്റി എന്ന് കിട്ടും. അതായത് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഒരു സൊല്യൂഷൻ്റെ, ഒരു അയോണിക് സൊല്യൂഷൻ്റെ സെൽ കോൺസ്റ്റൻറ്റ് കണ്ടക്ടിവിറ്റി സെല്ലിൽ ഫില്ല് ചെയ്തതിന് ശേഷം സെൽ കോൺസ്റ്റൻറ്റ് മെഷർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ റെസിസ്റ്റൻസ് ഇൻ ടു കണ്ടക്ടിവിറ്റി അല്ലേ? അപ്പോൾ സാധാരണയായിട്ട് കണ്ടക്ടിവിറ്റി അറിയാവുന്ന പൊട്ടാസ്യം ക്ലോറൈഡ് പോലെയുള്ള ഏതെങ്കിലും ഒരു സൊല്യൂഷൻ ഇതിൽ ഫില്ല് ചെയ്തതിന് ശേഷം സെൽ കോൺസ്റ്റൻറ്റ് മെഷർ ചെയ്തെടുക്കുന്നു. അങ്ങനെ ആ സെൽ കോൺസ്റ്റൻറ്റ് നമുക്ക് മെഷർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഈ സെൽ കോൺസ്റ്റൻറ്റ് ഓൾറെഡി കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് അല്ലേ? അപ്പോൾ ഈ സെൽ കോൺസ്റ്റൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഏത് അയോണിക് സൊല്യൂഷൻസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ റെസിസ്റ്റൻസും അതുവഴി കണ്ടക്ടിവിറ്റിയും മെഷർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ഈ കണ്ടക്ടിവിറ്റി സെൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു അയോണിക് സൊല്യൂഷൻ്റെ അൺനോൺ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് വീസ്റ്റേൺസ് ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇവിടെ കണ്ടക്ടിവിറ്റി ഓഫ് അയോണിക് സൊല്യൂഷൻസ് മെഷർ ചെയ്യുക എന്നൊന്നും നമുക്ക് പഠിക്കാം. അൺനോൺ റെസിസ്റ്റൻസ് ഉള്ള അയോണിക് സൊല്യൂഷൻസിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് കണ്ടക്ടിവിറ്റി സെൽസ് ഉപയോഗിക്കാമെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. എങ്ങനെയാണ് കണ്ടക്ടിവിറ്റി സെൽ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം സൊല്യൂഷൻസിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക? എന്താണ് അതിൻ്റെ സെറ്റപ്പ് എന്നൊന്ന് നമുക്ക് നോക്കാം. ഇത് ഒരു വീസ്റ്റേൺസ് ബ്രിഡ്ജ് പ്രിൻസിപ്പിളിൽ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സെറ്റപ്പാണ്. ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫിഗർ കാണാനായിട്ട് സാധിക്കും. ഇവിടെ R1 എന്ന് പറയുന്നത് എപ്പോഴും വേരി ചെയ്യാവുന്ന ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് ആണ് വെച്ചിട്ടുള്ളത്. സാധാരണയായിട്ട് റിയോസ്റ്റാറ്റ് പോലെ നമുക്ക് എപ്പോഴും ചേഞ്ച് ചെയ്യാവുന്ന ഒരു റെസിസ്റ്റൻസ് ആയിരിക്കും R1ൽ കണക്ട് ചെയ്യുന്നത്. R2 എന്ന് പറയുന്നത് ഒരു കണ്ടക്ടിവിറ്റി സെല്ലാണ്. നമുക്ക് മെഷർ ചെയ്യേണ്ട സൊല്യൂഷൻസ് ഫില്ല് ചെയ്തിട്ടുള്ള കണ്ടക്ടിവിറ്റി സെല്ലാണ് R2. R3 ആൻഡ് R4 എന്ന് പറയുന്നത് നോൺ ആയിട്ടുള്ള രണ്ട് റെസിസ്റ്റൻസുകൾ R3 ആൻഡ് R4 ആർ വിച്ച് ഈസ് കൺസിഡേർഡ് ആസ് നോൺ റെസിസ്റ്റൻസ്. ഇങ്ങനെ 4 റെസിസ്റ്റൻസുകളെ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഈ വീസ്റ്റേൺസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഈ R1, R2, R3, R4 ഏത് ഓർഡറിൽ വേണമെങ്കിലും കണക്ട് ചെയ്യാം. ഒരു കാര്യം മാത്രം ഓർക്കേണ്ടതുണ്ട്, ഏത് സൊല്യൂഷൻ്റെ ആണോ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യേണ്ടത് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കണം വേരിയബിൾ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യേണ്ടത്. ആ രീതിയിൽ നമുക്കിതിനെ എങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ 4 റെസിസ്റ്റൻസുകളെയും തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് ഒരു O എന്ന് പറയുന്ന പോയിന്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. O എന്ന് പറയുന്നത് ഒരു ഓസിലേറ്റർ ആണ്. അതായത് ഒരു കീയും ഒരു ബാറ്ററിയും കൂടെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കണക്ഷനെയാണ് നമ്മൾ ഓസിലേറ്റർ എന്ന് വിളിക്കുന്നത്. ഇതുകൂടാതെ തന്നെ ഇത് ഒരു AC പവർ സപ്ലൈ ആണ്. ഒരു AC പവർ സപ്ലൈയോട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും P എന്ന് പറയുന്ന ഒരു പോയിന്റ്. ഈ 4 റെസിസ്റ്റൻസിനെയും യോജിപ്പിച്ചുകൊണ്ടുള്ള P എന്നുള്ള പറയുന്ന പോയിന്റ് ഒരു ഡിറ്റക്ടറിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഡിറ്റക്ടർ സാധാരണയായിട്ട് ഫിസിക്സിലാണെങ്കിൽ നമ്മളൊരു ഗാൽവനോമീറ്റർ ആണ് ഉപയോഗിക്കുക. ഇവിടെ നമുക്ക് ഒരു ഹെഡ്സെറ്റോ അതും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് ഡിവൈസോ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഹെഡ്സെറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹെഡ്ഫോൺ ആണെങ്കിൽ അതിൻ്റെ സൗണ്ടായിരിക്കും അവിടെ നമ്മൾ മെഷർ ചെയ്യേണ്ട പ്രോപ്പർട്ടി അല്ലേ. ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പാണ് നമ്മൾ സാധാരണയായിട്ട് ഒരു സൊല്യൂഷൻ്റെ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. ഇവിടെ നമുക്ക് കിട്ടുക റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് കണ്ടുപിടിക്കും? കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കും. ഇനി എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുകയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ കീ ക്ലോസ് ചെയ്യുക, പവർ സപ്ലൈ കൊടുക്കുക. അപ്പോൾ പവർ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ പവർ സപ്ലൈ അനുസരിച്ചിട്ട് വേരിയബിൾ റെസിസ്റ്റൻസിൽ നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാം. അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിനനുസരിച്ചിട്ട് എപ്പോഴാണോ ഇലക്ട്രിക്കൽ ഡിവൈസ് ആയിട്ടുള്ള ഈ ഡിറ്റക്ടറിന് 0 ഡിഫ്ലക്ഷൻ ഉണ്ടാവുക, അപ്പോൾ സൗണ്ട് സിസ്റ്റം ആണെങ്കിൽ സൗണ്ട് ഇല്ലാണ്ട് വരുന്ന പോയിന്റ് എത്രയാണോ അത് മെഷർ ചെയ്യുക. ആ പോയിന്റിനെയാണ് നൾ പോയിന്റ് എന്ന് വിളിക്കുക. ആ പോയിന്റിനെയാണ് നൾ പോയിന്റ് എന്ന് വിളിക്കുക. അപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ 4 റെസിസ്റ്റൻസുകളും കണക്ട് ചെയ്തിട്ട് ഇതിനെ ഒരു കീ വഴി ഒരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യുക. കീ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ പവർ സപ്ലൈ വരും അല്ലേ. ആ പവർ സപ്ലൈക്ക് അനുസരിച്ചിട്ട്
നമ്മൾ ഈ വേരിയബിൾ റെസിസ്റ്റൻസിൽ വേരിയേഷൻ വരുത്തിയാൽ ഏത് റെസിസ്റ്റൻസ് പോയിന്റിൽ വെച്ചിട്ടാണോ ഇവിടെ നൾ ഡിഫ്ലക്ഷൻ കാണിക്കുക. ഇപ്പോൾ ഹെഡ്സെറ്റാണ് നമ്മളവിടെ കണക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ സൗണ്ട് 0, സൗണ്ട് ഇല്ലാത്തൊരവസ്ഥ, അതിനാണ് നൾ ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ നൾ പോയിന്റ് എന്ന് പറയുന്നത്. ആ ഒരു പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നു. ഈ ഒരു കണ്ടീഷനെയാണ് ബാലൻസ്ഡ് കണ്ടീഷൻ എന്ന് വിളിക്കുക. ഈ ബാലൻസ്ഡ് കണ്ടീഷനിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും അൺനോൺ റെസിസ്റ്റൻസ് R2 ഈസ് ഈക്വൽ ടു R1 R4 ബൈ R3. അൺനോൺ റെസിസ്റ്റൻസ് R2 ഈസ് ഈക്വൽ ടു R1 R4 ബൈ R3 എന്ന് സൂചിപ്പിക്കാം. ഇത്തരത്തിൽ R1 നമുക്കറിയാം, R1 നമ്മൾ മെഷർ ചെയ്ത് കണ്ടുപിടിച്ചു ഏത് റെസിസ്റ്റൻസിലാണ് ആ നൾ പോയിന്റ് കിട്ടുന്നത്. ആ റെസിസ്റ്റൻസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. R4ഉം R3യും നമുക്ക് ഓൾറെഡി അറിയാവുന്ന നോൺ റെസിസ്റ്റൻസുകളാണ്. ഇതുപയോഗിച്ചുകൊണ്ട് അൺനോൺ റെസിസ്റ്റൻസ് R2 നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് കണ്ടക്ടിവിറ്റി സെല്ലിൽ എൻക്ലോസ് ചെയ്തിരിക്കുന്ന അയോണിക് സൊല്യൂഷൻ്റെ റെസിസ്റ്റൻസ് ആണ് ഇവിടെ അൺനോൺ റെസിസ്റ്റൻസ് R2. നമുക്ക് റെസിസ്റ്റൻസ് കിട്ടിയാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അയോണിക് സൊല്യൂഷൻ്റെ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാം അല്ലേ? അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഇക്വേഷൻ ഇതാണ്. കണ്ടക്ടിവിറ്റി ഈസ് ഈക്വൽ ടു സെൽ കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. നമ്മൾ ഓൾറെഡി ആ ഒരു കണ്ടക്ടിവിറ്റി സെല്ലിൻ്റെ സെൽ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനായിട്ട് സെൽ കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഇത്തരത്തിൽ ഒരു അയോണിക് സൊല്യൂഷൻ്റെ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യാനായിട്ട് കണ്ടക്ടിവിറ്റി സെല്ലുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇൻഎക്സ്പെൻസീവായിട്ട് അയോണിക് സൊല്യൂഷൻസിൻ്റെ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യാനായിട്ടുള്ള ഒരുപാട് കണ്ടക്ടിവിറ്റി സെൽസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോ കെമിസ്ട്രിയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ട് കണ്ടക്ടിവിറ്റി സെൽസ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഒരു അയോണിക് സൊല്യൂഷൻ്റെ കണ്ടക്ടിവിറ്റി നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? അപ്പോൾ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കുക വഴി നമുക്ക് എന്തും കൂടെ കണ്ടുപിടിക്കാം? മോളാർ കണ്ടക്ടിവിറ്റി കൂടെ കണ്ടുപിടിക്കാം. മോളാർ കണ്ടക്ടിവിറ്റിയെ പറ്റി നമ്മൾ പഠിച്ചിരുന്നു. മോളാർ കണ്ടക്ടിവിറ്റിയെ ലാംഡ എം എന്ന് പറയുന്ന ടേം ഉപയോഗിച്ചാണ് റെപ്രസെൻ്റ് ചെയ്യുക. ലാംഡ എം ഈസ് ഈക്വൽ ടു കപ്പ ബൈ സി, അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ എന്ന് റെപ്രസെൻ്റ് ചെയ്യാവുന്നതാണ്. ഈ ലാംഡ എം വാല്യൂവിൻ്റെ യൂണിറ്റുകൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതുണ്ട്. അതിനെ പറ്റിയിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ കപ്പ അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റിയെ നമ്മൾ സീമൻ മീറ്റർ ഇൻവേഴ്സ് എന്ന് പറയുന്ന യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ, അതോടൊപ്പം തന്നെ കോൺസെൻട്രേഷനെ മോൾ പെർ മീറ്റർ ക്യൂബ് എന്ന യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ, നമുക്കറിയാവുന്ന പോലെ തന്നെ ലാംഡ എം ഈസ് ഈക്വൽ ടു കപ്പ ബൈ സി എന്ന ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ ലാംഡ എമ്മിൻ്റെ യൂണിറ്റ് സീമൻ മീറ്റർ സ്ക്വയർ പെർ മോൾ എന്നായിട്ട് കാണപ്പെടുന്നു. അപ്പോൾ ഓർക്കേണ്ടതുണ്ട്, മോളാർ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് സീമൻ മീറ്റർ സ്ക്വയർ പെർ മോൾ. ഇവിടെ മീറ്റർ സ്ക്വയർ യൂണിറ്റിലാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ? മീറ്റർ സ്ക്വയർ പെർ മോൾ. ഇത് തന്നെ സെൻറ്റിമീറ്റർ രൂപത്തിലും നമുക്കതിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം എങ്ങനെയാണ് സെൻറ്റിമീറ്റർ രൂപത്തിൽ റെപ്രസെൻ്റ് ചെയ്യുക? അതും ഒന്ന് ഓർക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കൺവേർഷൻ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. 1 മോൾ പെർ മീറ്റർ ക്യൂബ് എന്നുള്ളതിന് 1000 ഇൻറ്റു മൊളാരിറ്റി എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ ലാംഡ എം ഇൻ ടേംസ് ഓഫ് സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു കപ്പ ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു മൊളാരിറ്റി എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. അതായത് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ലാംഡ എമ്മിൻ്റെ യൂണിറ്റ് സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് എന്ന രൂപത്തിലാണ് എങ്കിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ലാംഡ എം ഈസ് ഈക്വൽ ടു കപ്പ ബൈ 1000 ഇൻറ്റു മൊളാരിറ്റി എന്ന ഇക്വേഷനാണ്. സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ മോൾ എന്ന് പറയുന്ന യൂണിറ്റിലും അതോടൊപ്പം തന്നെ സീമൻ മീറ്റർ സ്ക്വയർ പെർ മോൾ എന്നുള്ള യൂണിറ്റിലും നമുക്ക് മോളാർ കണ്ടക്ടിവിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട്.